നമ്മുടെ പൂപ്പി കണ്ടോ പിണങ്ങി മാറി നിൽക്കുന്നത്? എന്തിനാണെന്നറിയാമോ? ഞാൻ എവിടെ പോകാൻ ഒരുങ്ങിയാലും ആശാൻ അതെന്തോ ഇഷ്ടമല്ല, ഇനി അവനെ കൊണ്ടുപോകാത്തത് കൊണ്ടാണോ അതോ ഞാൻ പോകുന്നത് കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. എവിടെ പോകുന്നു എന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ അണ്ണൻ്റെ ഇളയ പുത്രിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, അങ്ങനെ പോകാൻ നിൽക്കുന്നതാ. പിന്നെ എൻ്റെ മക്കളെ രാവിലെ എൻ്റെ ചേട്ടൻ ജോലിക്ക് പോയപ്പോൾ കൊണ്ടുപോയി അവിടെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിൻ്റെ കാര്യം പേടിക്കാനില്ല. ഇനി ഞാൻ പയ്യെ പോകണം. നോക്കിയപ്പോൾ നല്ല മഴ. അപ്പോൾ നേരെ അനിയൻ്റെ വീട്ടിൽ ചെന്ന് ഒരു കുടയും എടുത്തുകൊണ്ട് ഇറങ്ങി. പക്ഷേ ആ കുട എനിക്ക് എട്ടിൻ്റെ പണിയൊന്നും എൻ്റെ കാലടയുന്നത് അടയുന്നില്ലായിരുന്നു. അങ്ങനെ കണ്ടില്ലേ, ഈ ക്ഷേത്രം അറിയുമ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ബ്ലോഗിലുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്കിതിൻ്റെ പ്രതിഷ്ഠ ആരെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. ബസ്സിലാണ് പോകുന്നത്. ഇവിടേക്ക് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റ പാട് എനിക്ക് മാത്രം അറിയാം കേട്ടോ. ആരും അറിയാതെ ഇങ്ങനെ നൈസായിട്ട് ഫോൺ കയ്യിൽ വെച്ചുകൊണ്ടാണ് നിന്നത്. കാരണം അവിടേക്ക് എനിക്ക് അറിയാമെന്നുള്ള കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി. ആ കുട കാരണം എനിക്ക് എട്ടിൻ്റെ പണി കിട്ടി കേട്ടോ. ആ കുട അടയാത്തത് കൊണ്ട് തന്നെ ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില്ലറ പൈസയൊക്കെ തറയിപ്പോയി. പിന്നെ എന്തായാലും പ്രശ്നമില്ല, കാരണം വണ്ടിയിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒന്നോ രണ്ടോ പേര് മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സുഖമായിരുന്നു. പക്ഷെ കണ്ടക്ടർ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടതിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ. ചിലപ്പോൾ തോന്നൽ മാത്രമായിരിക്കാം. എന്തായാലും നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കുറേ നടക്കാനുണ്ട്. നടക്കാൻ വയ്യ കേട്ടോ. എന്തായാലും ആട്ടയെ പിടിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ ആൾക്കാരെങ്ങനെയെന്ന് അറിഞ്ഞൂടെ ബ്ലോഗ് എടുക്കുന്നത് ഈ കുലുങ്ങാതെ. പിന്നെ വേറെ കാര്യമുണ്ട്, അവർ സ്ട്രൈറ്റ് ആയിട്ട് ക്യാമറ പിടിക്കുമായിരിക്കും. ഞാനിത് ആരും അറിയാതിരിക്കാൻ വേണ്ടി രഹസ്യമായിട്ട് പിടിച്ച് വെച്ചുകൊണ്ടിരുന്ന പിന്നെ ഇങ്ങനെയല്ലേ കിട്ടും. പിന്നെ കുറച്ച് ക്ലാരിറ്റിയും കുറവാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന എൻ്റെ റൂട്ട് കേട്ടോ. ഇവിടേക്ക് ഇപ്പോൾ ശരിക്കും മാറ്റങ്ങളായിരുന്നു കേട്ടോ. നമുക്ക് ഇത്ര ആളും തിരക്കും കടയും ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല മാറ്റമുണ്ട്. അങ്ങനെ വീട്ടിൽ എത്തി. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു കടയിൽ കയറി മുട്ടായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓടാൻ നിൽക്കുന്നതാണ് കേട്ടോ ബർത്ത്ഡേ കയറി. കണ്ടോ ഓടിക്കളഞ്ഞ കേട്ടോ. ക്യാമറയ്ക്ക് അധികം ക്ലാരിറ്റി ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറ്റിയപ്പോഴാണ് അമ്മ പറയുന്നത്, എൻ്റെ അമ്മ വന്നാലേ ചോറ് കഴിക്കുള്ളൂ എന്നും പറഞ്ഞ് ഒരുത്തിയിരിക്കുന്നുണ്ടെന്ന്. ഇവളല്ല കേട്ടോ, എൻ്റെ ചോട്ടാസാണ് കേട്ടോ. എൻ്റെ അമ്മ തന്നാലേ ഞാൻ ചോറ് തിന്നുമെന്നും പറഞ്ഞ് ഇത്രയും നേരം പട്ടിണിയായിരുന്നു. പട്ടിണിയൊന്നുമല്ല കേട്ടോ, ഉള്ള പലഹാരവും മാമ്പഴവും ഒക്കെ തിന്നിട്ടാണ് ഈ നിൽക്കുന്നത്. എന്തായാലും ഞാനും പിന്നെ ചോറൊക്കെ കൊടുത്തു. അവളും ഒന്ന് ഹാപ്പിയായി. കണ്ടില്ലേ, തോരനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പിന്നെ ഇളയ പുത്രിക്ക് തോരനൊക്കെ തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെയും കൂടി ആയതുകൊണ്ട് കരച്ചിൽ കൂടും. അതുകൊണ്ട് പിന്നെ ഞാനും നിർബന്ധിക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞപ്പോഴുണ്ട് നമ്മൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും കൂടി കളറടിക്കാൻ നിൽക്കുന്നു. അത് കണ്ടപ്പോൾ എന്താണെന്നറിയത്തില്ല, ഭയങ്കര ഒരു ആഗ്രഹം എനിക്കും കളറടിക്കുന്നു. പിന്നെ അവരെ കൂടെ ഞാനും കയറി. അത് ഈ കളറാണ് ഞാൻ അടിക്കാൻ നിന്നത് കേട്ടോ. പിന്നെ അതങ്ങ് മാറ്റി. ഒരു രാജകുമാരിക്ക് കളറടിക്കാൻ വേണ്ടി ഒരു പടം തരുമെന്ന് ചോദിച്ച് തെണ്ടിയപ്പോഴുണ്ട് വേറൊരു പെൺകുട്ടിയുടെ പടം തന്ന്. അതെങ്കിൽ അത് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. എന്തൊക്കെയാണല്ലേ പറയുന്നത്, എന്തൊക്കെയോ പറയണമെന്നുണ്ട് കേട്ടോ. വായിൽ വരുന്നതൊക്കെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. എന്താ പറയുക, കണ്ടില്ല. അങ്ങനെ നമ്മളിതാ കളറടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കളറടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. 2-3 കൂടി ഇവിടെ പാട്ട് വിട്ട് ഡാൻസ് ആയിരുന്നു കേട്ടോ. 3 അല്ല 4 ഉണ്ട്. കണ്ടില്ലേ ആ ടീല് ഓടുന്നാണ്ടോ പിടിച്ചാൽ കണ്ട. നമ്മുടെ ബർത്ത്ഡേ കാര്യം ഞാൻ വീഡിയോ കൊണ്ട് വരുമ്പോൾ അത്രയും ഓട്ടമാണ് കേട്ടോ. പിന്നെ ഞാനും വെറുതെ ഇരിക്കുമോ, നമ്മൾ ഓടിച്ചിട്ട് പിടിക്കുമെന്ന് പറഞ്ഞാൽ അവളെ പിറകേന്ന് പോയിട്ട് പിടിക്കുന്നുണ്ട്. എന്നാലും ഓടിക്കളഞ്ഞ കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷനുള്ള കണ്ട ബലൂണൊക്കെ പെരുക്കി. ഇത് പിള്ളേരൊക്കെയാണ് കേട്ടോ പെരുക്കിയിട്ടത്. എനിക്ക് കെട്ടിക്കൊടുക്കാനായിരുന്നു പണി. അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷൻ തുടങ്ങി. കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തു. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരും ഇല്ല കേട്ടോ, ആ കുട്ടിയുടെ അമ്മ മാത്രം പാടുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ 4 പേർക്കും കേക്കൊക്കെ കിട്ടി. ഞാനും കേക്ക് തിന്നു കേട്ടോ. അടുത്തതാ 2 പിള്ളേർ 3 പേരും കൂടി അവളെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഗിഫ്റ്റ് വേറൊന്നുമല്ല, ഞാനും കണ്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ ചേട്ടനാണ് വാങ്ങിച്ചിട്ട് വന്നത്. അതുകൊണ്ട് എനിക്കും അതിൻ്റെ അകത്ത് എന്താണെന്നറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നു. വേറൊന്നുമല്ല, പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ മേക്കപ്പ് കിറ്റ് പോലത്തെ ഉണ്ടല്ലോ പിള്ളേരെ കളിക്കുന്ന, അതായിരുന്നു. അതെങ്കിൽ അത് പിള്ളേർക്ക് എന്തായാലും അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾക്ക് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ പപ്പയാണ് വന്ന്, അതെൻ്റെ പപ്പയാണ് കേട്ടോ, പപ്പയാണ് വന്ന് പിള്ളേർക്കൊക്കെ പൊട്ടിച്ച് പറക്കിയൊക്കെ കൊടുക്കുന്നത്. എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു. ആ മുഖത്തിൻ്റെ തെളിച്ചത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ചിരിയുണ്ട് കണ്ട. എന്തായാലും അവൾക്ക് ഇഷ്ടമാണ്. എന്നാലും ആൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ഈ വീഡിയോയിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എന്തോ എൻ്റെ വീട്ടിലെയും എൻ്റെ ജീവിതത്തിലെയും കുഞ്ഞു സംഭവങ്ങൾ, എൻ്റെ ജീവിതത്തിലുള്ള സംഭവങ്ങളല്ലേ കാണിക്കാൻ പറ്റൂ. അതിൽ കൂടുതൽ എനിക്കൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. കാണുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.